അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ വീട്ടിലെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ മക്കളുടെ വീട്ടിലെ രക്ഷിതാക്കൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ്. കാരണം നമ്മളെ മക്കൾ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയി വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് പുറത്ത് ഫംഗ്ഷനൊക്കെ ഉണ്ടാവും, രാത്രിയിലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. ഫംഗ്ഷനൊക്കെ പോയി വന്ന് കഴിഞ്ഞാലൊക്കെ അന്നത്തെ ദിവസം രാത്രി മക്കൾക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഗ്‌രിബിന് ശേഷം ഭയങ്കര കരച്ചിലും വിളിച്ചിലും, നമുക്കാണെങ്കിലോ നല്ല ക്ഷീണം ഉണ്ടാവും, അവർക്കാണെങ്കിൽ ഉറക്കമില്ല. അപ്പോൾ ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഞാനത് ആ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റാഹത്ത് വന്നിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ മഗ്‌രിബിൻ്റെ സമയമാകുന്ന ഒരു 10 മിനിറ്റ് മുന്നായിട്ട് നമ്മൾ ഫ്രണ്ടിലെ ഡോറുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഇസ്മുണ്ടല്ലോ, ഒരുപാട് ഇസ്മുകളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന അല്ല, അതിലേതെങ്കിലും ഒരു ഇസ്മ പറഞ്ഞിട്ട് ഡോർ അടയ്ക്കുക, ഫ്രണ്ടിലത്തെ ഡോർ അടച്ചിടുക. പിന്നെ ഇശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തുറന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോഴൊക്കെ തുറന്നു കൊടുക്കുക കേട്ടോ. പിന്നെ ആണെങ്കിൽ രാത്രിയിലൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാവും. അത് നമ്മളെ മക്കളെ വീട്ടിലിട്ടിട്ട് പോവാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഫംഗ്ഷനൊക്കെ നമ്മൾ മക്കളെ അണിയിച്ചൊരുക്കിയിട്ടൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഒരാൾക്കാരെ പണ്ടുള്ളവർ പറയും, നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും നമ്മളെ മക്കൾക്ക് ഏൽക്കുമെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിടിച്ചിങ്ങനെ വരുമ്പോൾ രാത്രി ഉറങ്ങാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴായിരിക്കും നല്ല സർക്കസ് ആയിരിക്കും, കരച്ചിലും വിളിച്ചിലും അടിയും കുത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ദുആ ഉണ്ട്. ആ ദുആ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 3 സ്വലാത്തല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 3 സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക: അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനി ഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. ഈ ദുആ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ദുആ ഞാനിവിടെ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ, അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയും ചെയ്യാം. അത് ചൊല്ലിയിട്ട് വീണ്ടും 3 സ്വലാത്ത് ചൊല്ലുക. 3 സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതെല്ലാം ഓരോരോ പ്രാവശ്യം. പിന്നെ ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം. എന്നിട്ട് അത് ഓതിയിട്ട് നമ്മളെ കയ്യിലേക്ക് ഊതുക. ഇഷ്ഫിൻ കൊണ്ട് ഊതിയിട്ട് മക്കളെ മേലൊന്നാകെ ശരീരം ഒന്നായിട്ട് തടവി കൊടുക്കുക. നമ്മൾ മക്കൾ സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഞാനും പണ്ടൊന്നും ചെയ്തൊന്നും കൊടുക്കില്ലായിരുന്നു, ഭയങ്കര കരച്ചില്ല. അങ്ങനെ എനിക്ക് ഉസ്താദ് പറഞ്ഞു തന്നാ കേട്ടോ. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കി, മക്കൾക്ക് ഒരു കുഴപ്പമുണ്ടല്ല, എവിടെ പോയി വന്നാലും സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.